അഞ്ജു ജയപ്രകാശ് നമ്മളോടൊപ്പം നമുക്കൊപ്പം ചേരുകയാണ്. അഞ്ജു, ഇന്ത്യൻ പോലീസുകാരെ പറ്റി നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ തന്നെ പറഞ്ഞു ഇന്ത്യൻ പോലീസുകാർക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകുമെന്നാണ്. പക്ഷെ ഒന്നും മാറുന്നില്ല. 16കാരനെ ക്രൂരമായി തല്ലിച്ചതച്ചിരിക്കുന്നു എന്നത് ആ കുട്ടിയാണിത്. ആ കുഞ്ഞിന്റെ വാക്കുകളിൽ വിശ്വാസത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാനാവുന്നതാണ്. മാത്രമല്ല തെളിവുകളുണ്ട് എന്ന് അഞ്ജു ഉറപ്പിക്കുന്നതാണ്. അഞ്ജു കണ്ട് ബോധ്യപ്പെട്ടതല്ലേ എത്രത്തോളം ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ആ കുട്ടിക്ക് ഏറ്റിട്ടുള്ളത്. മാത്രമല്ല ഈ പോലീസുകാർ ഇപ്പോഴും സർവീസിലില്ലേ അഞ്ജു? ബിനിൽ പറഞ്ഞ ഇടത്ത് തന്നെ തുടങ്ങാം. അതായത് മുഖ്യമന്ത്രി പറഞ്ഞതാണ് കസ്റ്റഡി മർദ്ദനങ്ങൾക്കെതിരെ കർശനമായ നടപടി എടുക്കുമെന്ന് പറഞ്ഞ് ഉമിനീരിറക്കുന്നതിന് മുമ്പാണ് പോലീസുകാരുടെ ഈ മൂന്നാം മുറ പ്രയോഗം ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ മൂന്നാം മുറ നടത്തിയിട്ടുള്ള ഫോർട്ട് പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുമ്പിലാണ്. രണ്ടുപേരെയല്ല, ഈ കുഞ്ഞടക്കം 16 വയസ്സുകാരനായിട്ടുള്ള കുഞ്ഞിനെ അടക്കമാണ് പോലീസ് സ്റ്റേഷനകത്തിട്ട് ക്രൂരമായി തല്ലിച്ചതച്ചിട്ടുള്ളത്. അതിന് സാക്ഷിയായിട്ട് അതായത് ഈ തല്ലിച്ചതക്കുന്ന സമയത്ത് നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ള മോഷണ കേസിലെ 2 പ്രതികൾ അവരെ തല്ലിച്ചതക്കുന്നത് നേരെ സാക്ഷിയായിട്ടുള്ള ഒരു പയ്യൻ കൂടിയാണ്, ഒരു കുട്ടി കൂടിയാണ് ഈ 16കാരൻ. മാത്രമല്ല ഈ 16കാരന് ഈ തല്ലിച്ചതിച്ചതിന് ശേഷം എന്തൊക്കെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്നത് തെളിവാക്കുന്ന മെഡിക്കൽ രേഖകൾ കൂടി നമ്മുടെ കൈവശമുണ്ട്. അതുകൂടി പ്രേക്ഷകർ കാണുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഒപ്പം തന്നെ ആ ദൃശ്യങ്ങൾ, കുട്ടിയുടെ ദേഹത്തേറ്റ പാടിന്റെ ദൃശ്യങ്ങൾ, അതും ബിനിൽ അടിച്ചിരിക്കുന്നത് ചുറ്റിക കൊണ്ടും ഒപ്പം തന്നെ അവിടെ ഉണ്ടായുള്ള ആയുധങ്ങൾ കൊണ്ടാ. ഇത് തുറന്നു പറഞ്ഞാൽ കൊല്ലുമെന്നുൾപ്പെടെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഇത് എവിടുത്തെ പോലീസാണ്? ഇതെന്താ ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആളില്ലേ എന്ന് ചോദിച്ചു. അതാണ് അഞ്ജു, ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം കൂടി അവിടെ കാണുന്നുണ്ട്. കാരണം 16 വയസ്സുകാരനെയാണ് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നത് പോലീസിന് ഇപ്പോഴും അറിയില്ല. ഇതുവരെ ആരും അത് ചോദിച്ചിട്ടുമില്ല. എങ്ങനെയാണ് കസ്റ്റഡിയിൽ എടുക്കേണ്ടത് എന്നതുൾപ്പെടെ. തല്ലിച്ചതച്ച് 2 പേർ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയല്ലേ. സസ്പെൻഷനിലുള്ള ഈ 4 പോലീസുകാരുണ്ട് ഇപ്പോൾ സസ്പെൻഷനിൽ. ആ സസ്പെൻഷൻ മാത്രമായി ഒതുങ്ങുക, മറ്റെന്തെങ്കിലും അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ടോ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന്? ധന്യ, 4 പോലീസുകാർ നിലവിൽ അവർക്ക് സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ വകുപ്പ് തല അന്വേഷണം കൂടി ഉണ്ടാകും എന്നത് നേരത്തെ ഈ അന്വേഷിച്ചിട്ടുണ്ടായത്. കമ്മീഷണറാണ് ഇതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തത്. വകുപ്പ് തല അന്വേഷണം ഉണ്ടാവുമെന്ന് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പോലീസുകാർക്ക് എങ്ങനെയാണ് 16 വയസ്സ്, അതായത് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത്, അതായത് എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് എന്ന് പോലും അറിയാത്ത രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. നമ്മൾ ആ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഉള്ളത്. കുറെ പോലീസുകാരെ മുന്നിൽ കാണാം. ഇതിന്റെ തൊട്ടടുത്താണ് ആ കുട്ടി നേരത്തെ വെളിവാക്കിയതുപോലെ ഇത് പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ഒരു മുറിയിൽ വെച്ചാണ് തന്നെ ക്രൂരമായി തല്ലിച്ചതച്ചെന്ന് പറയുന്നത്. 10 മണി തൊട്ട് ഉച്ച വരെയുള്ള സമയമാണ് ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കിയത്. കാൽമുട്ടിന് ഇപ്പോഴും. അതാണോ അവരുടെ ഇടിമുറി? ആരൊക്കെയാണ് ഈ ക്രിമിനൽ പോലീസുകാർ? ധന്യ, കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗ്രേഡ് SI ഉൾപ്പെടെ CPO ഉൾപ്പെടെയുള്ള 4 പേർക്കെതിരെയാണ് കുട്ടി ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ കുട്ടി പറഞ്ഞതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. താൻ ഈ സ്റ്റേഷനുള്ളിൽ, ഈ ഇടിമുറിക്കുള്ളിൽ ഇരിക്കുന്ന സമയത്ത് മറ്റു ചിലർ കൂടി ഇത് കാണുന്നുണ്ടായിരുന്നു, ഈ സ്റ്റേഷനിലെ മറ്റു പോലീസുകാർ കൂടി ഇത് കാണുന്നുണ്ടായിരുന്നു എന്നുൾപ്പെടെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടായ CIക്ക് അറിയാമായിരിക്കും ഈ കുട്ടി ഈ ഇടിമുറിയിലുള്ളത്. ഇവിടെ ആ സമയത്ത് ജോലി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം ഈ കുട്ടി ഈ മുറിയിലുള്ളത്. പക്ഷേ ഇതൊന്നും ആരും പുറത്തു പറഞ്ഞില്ല. ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചു. മാത്രമല്ല ഈ കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത കാര്യം പോലും പുറം ലോകം ആരും അറിഞ്ഞിട്ടില്ല. ഇടിച്ച് ഇഞ്ചപരുവത്തിലാക്കി ഒരു കുഞ്ഞിനെ പുറത്തേക്ക് വിടുകയാണ്. നേരത്തെ നമുക്കറിയാം ഒരു കുട്ടിയെ ചോദ്യം ചെയ്യണമെങ്കിൽ പോലും ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെ മുൻപിൽ വെച്ചാവണമെന്നത്. ഇത് മാറ്റി നിർത്തുകയാണ്. കുട്ടിയുടെ അമ്മുമ്മയായിരുന്നു കുട്ടിയുടെ. മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ സുഭാഷ് ബാബു ചേരുന്നുണ്ട്. സർ, ഇവിടെ വലിയ ക്രൂരതയാണ് ഒരു കുഞ്ഞിനോട്, അതും 16 വയസ്സുള്ള കുട്ടിയോടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഫോർട്ട് സ്റ്റേഷനെ കുറിച്ച് എന്നേക്കാൾ താങ്കൾക്ക് നന്നായിട്ട് അറിയാം. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നിട്ടുള്ളത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും എങ്ങനെയാണ് 2 മനുഷ്യരെ തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കിയിട്ടുള്ളത് എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ പോലീസ് പാലിക്കേണ്ട യാതൊരു വിധത്തിലുമുള്ള രീതിയോ ഇല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയറോ ഒന്നും കൃത്യമായി പാലിക്കുന്നില്ല എന്നതുൾപ്പെടെ ഈ കുഞ്ഞിനെ തല്ലിച്ചതച്ചതിന് ആഭ്യന്തര വകുപ്പിന് മറുപടി ഉണ്ടാകുമോ? പോലീസിൽ നിന്ന് ഇത്തരത്തിലാണ് ജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതെങ്കിൽ എങ്ങോട്ടായിരിക്കും കാര്യങ്ങൾ പോകുന്നത്?
അല്ല, പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുകൊണ്ട് ഏത് കാര്യം ചെയ്യുന്നതിന് വ്യക്തമായ നിയമവ്യവസ്ഥയുണ്ട്, നടപടിക്രമമുണ്ട്. അതിനനുസരിച്ചല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃത്യ നിർവഹണത്തിലെ വീഴ്ചകളാണ്. ആ വീഴ്ചകളെ അവരെ സംബന്ധിച്ചിടത്തോളം നടപടിക്ക് വിധേയരാകേണ്ടതാണ്. ഇങ്ങനെ തല്ലിച്ചതച്ചാൽ സസ്പെൻഡ് ചെയ്താൽ മതിയോ? ഇത് പറ്റില്ലല്ലോ. അതിന് ക്രിമിനൽ കേസ് എടുക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ശരിക്കും, കാരണം ഇത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് മോഷണം ചെയ്തു എന്ന് പറയുമ്പോൾ മോഷണം ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ എന്നിരുന്നാൽ തന്നെ ആ കുട്ടിക്ക് ആ ഒരു ജുവനൈൽ എന്നുള്ള രീതിയിലുള്ള പൂർണ്ണമായ പരിഗണനയുണ്ട്. അതുപോലെ തന്നെ ആ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ പോലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് ജുവനൈൽ പോലീസിനെ ഏൽപ്പിക്കണം. അത് യൂണിഫോമുള്ള പോലീസുകാർ പോലും ഇവരെ ചോദ്യം ചെയ്യാനോ കൈകാര്യം ചെയ്യാനോ എസ്കോർട്ട് പോലും പോകാൻ പാടില്ല എന്നൊക്കെ വ്യക്തമായ നിയമമായിരിക്കും. അതിന് വിപരീതമായിട്ട് യൂണിഫോം ഇട്ട പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് വിലങ്ങ് വെച്ച് കൊണ്ടുപോയി. അങ്ങനെയല്ലേ അഞ്ചു പറഞ്ഞത് സാർ? അത് വിലങ്ങ് വെച്ച് കൊണ്ടുപോയെന്നാ. 16 വയസ്സുകാരനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയി. എന്തുകൊണ്ടാണ് ഇടിച്ചത്? ചുറ്റിക കൊണ്ട് ഇടിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ഒരു ഇടിമുറി ഉണ്ടെന്ന് ഫോർട്ട് സ്റ്റേഷനിൽ. അത് ശരിക്കും ഇത് 100% നിയമരഹിതമായ നടപടിയാണ് പോലീസ് ചെയ്തത്. ഈ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ ജുവനൈൽ പോലീസിനെ ഏൽപ്പിക്കുന്നു. അവരാണത് കൈകാര്യം ചെയ്യേണ്ടതെന്നും അതിന് പ്രത്യേകമായി നിയുക്തരായ ഉദ്യോഗസ്ഥന്മാർ മാത്രമേ അന്വേഷണം നടത്താൻ പാടുള്ളൂ. ഒരു രീതിയിലും കുട്ടിയെ ആരെയും മർദ്ദിക്കാൻ പാടില്ല, കുട്ടിയെ തീരെ രീതിയിൽ ഭയപ്പെടുത്താൻ പോലും പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പൂർണ്ണമായിട്ട് നിയമരഹിതമായ ആസക്തമായ രീതിയിൽ പോലീസ് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേര് ക്രിമിനൽ കേസ് തന്നെ എടുക്കാം. അതിനെടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, പോലീസ് എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ മർദ്ദിച്ചതിനും ആ കുട്ടിയുടെ പേരിൽ ഇതേമായിട്ട് അനാവശ്യമായ ഡീറ്റെയിൽ നിയമരഹിതമായി ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറ്റമാണ്. അതിനൊക്കെ ഇവരുടെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കുകയും സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അനിവാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഈ കേസ് എടുക്കുകയും നടപടിയെടുക്കുകയും അവർ കുറ്റം സ്ഥാപിക്കുന്നവർക്ക് അവരെയൊക്കെ സർവീസിൽ നിന്ന് പുറത്താക്കുകയും വേണം. കാരണം ഈ മോഷണം പോയ മുതലുകളാണെന്ന് പറഞ്ഞൊരു കുട്ടിയെ പൈശാചികമായിട്ട് ഉപദ്രവിക്കാനോ ഡീറ്റെയിൽ ചെയ്യാനോ, പ്രത്യേകിച്ച് ഹാൻഡ്കഫ് വെക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മാനസികമായിട്ടുള്ള നില മുഴുവൻ തകർത്തുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അത് ന്യായീകരിക്കാൻ പറ്റില്ല. പോലീസിന്റെ തീർത്തും ആഭ്യന്തര വകുപ്പ്, അത് കേരള പോലീസ് തന്നെ അതിന് ഉത്തരം പറയേണ്ടതാണ് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതെന്തിനാണ് വെച്ചു ഉറപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ക്രിമിനൽസിനെ, ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. ഇങ്ങനെ ഒരു ക്രൈം പോലീസ് നടത്തുന്നത് ആദ്യത്തെ സംഭവമല്ല. മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്യുന്നു, മുഖ്യമന്ത്രി വാക്ക് നൽകുന്നു, ഇത്തരത്തിലൊരു സംഭവം കസ്റ്റഡി മർദ്ദനം എന്നൊന്നും ഉണ്ടാകില്ല എന്ന് വാക്ക് നൽകുമ്പോഴാണ് ഈ സംഭവങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നിഷ്പക്ഷമായ നടപടികൾ പോലീസിലെ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അച്ചടക്കം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അതിന്റെ കാര്യക്ഷമത പോയി. അങ്ങനെ വരുമ്പോൾ ഇതൊരു ഭീകരസേനയായിട്ട് മാറും. അത് നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ അതുപോലെ തന്നെ ഇപ്പം പോലീസിന് വേണ്ടപ്പെട്ട ആളുകളല്ലേ, അവരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളെ മുഴുവൻ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോലീസ് പോകുമ്പോൾ രാഷ്ട്രീയ താല്പര്യമുള്ള അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് താല്പര്യമുള്ള ആളുകളെ സംരക്ഷിക്കുക. അപ്പം നീതി നടപ്പാവില്ല. നീതി നടപ്പാകാതെ വരുന്ന അവസരത്തിലാണ് ഇതേമാതിരി ക്രൂരകൃത്യങ്ങൾ ഉണ്ടാവുന്നത്. അവരെ സംരക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് താങ്കൾ എന്നോട് ചോദിച്ച പ്രകാരം നടപടികൾ സ്വീകരിക്കാത്തവരെ പുറത്താക്കാതിരിക്കുന്നതും. വീണ്ടും പുറത്താക്കേണ്ട അതൊക്കെ തന്നെ മറ്റു പല കേസുകളിൽപ്പെട്ട ആളുകളാണ്. ഇതേമാതിരി അക്രമം ചെയ്യുന്ന ആളുകളെ പുറത്താക്കിയ സംഭവങ്ങൾ വളരെ വിരളമാണെന്നാണ് നമ്മൾ അതുകൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. ശരി, വളരെ നന്ദി ശ്രീ സുഭാഷ് ബാബു പ്രതികരിച്ചതിന്. സമൂഹത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ബിഗ് ടി വി വാർത്താ പകലിൽ ആദ്യമായി ബ്രേക്ക് ചെയ്യുന്നത്. ബിഗ് ടി വി ബിഗ് ബ്രേക്കിംഗ്.